എൻ്റെ കയ്യിൽ പുട്ടുപൊടി കണ്ടപ്പോഴേ സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇങ്ങനെ പറയുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി ഇന്നത്തെ പുട്ടുകളിൽ നിർത്തി. അപ്പം നമുക്ക് പുട്ടുപൊടി വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഒരു ബൗളിലേക്ക് ഇതാ 1 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ഒരു സെയിം അളവിൽ തന്നെ നമുക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവർ രണ്ടാളെയും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു മിക്സ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാനിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് തിളച്ചെടുക്കുന്ന സമയമുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ 2 കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ചൂടോട് തുടർന്ന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഇതൊന്ന് നല്ലവണ്ണം കൈ വെച്ച് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നല്ലവണ്ണം കുഴച്ച് ഇളം ചൂട് തന്നെ നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഈ ഒരു പാത്രം ഉണ്ടോ, ഇതേപോലെ പരന്ന പാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പത്തിരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പം നമ്മുടെക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എണ്ണയിലിട്ട് നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പെട്ടെന്ന് പൂരി പോലെ പോരും. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ?